പ്രേമേന്ദ്രൻ മിടുക്കനാ. എനിക്ക് അവനെ വലിയ ഇഷ്ടാ. വാടയുടെ കാര്യത്തിൽ കൃത്യ. ആ പിന്നെ വിശേഷിച്ച് പ്രേമേന്ദ്രന്റെ കാര്യം പറയാനാ വന്നത്. ആ മോളെ, ഇത് പ്രേമേന്ദ്രന്റെ ബന്ധുക്കളാ. രേണുകയല്ലേ? എന്നെ മനസ്സിലായോ? അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് രേണുകയെ കാണാനാ ഞങ്ങളിപ്പോ വന്നത്. അവര് തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് നമ്മൾ വീട്ടുകാരുടെ ചുമതലയൊക്കെ നിർത്തിയേക്കാം. നിങ്ങൾ പറഞ്ഞു വരുന്നത്? രേണുക ഒന്നും പറഞ്ഞില്ലേ? പ്രേമേന്ദ്രനും രേണുകയും തമ്മിലുള്ള കല്യാണ കാര്യം. മോളെ, നീ ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാ എടുക്ക്. എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ട് പറയല്ല. പെൺകുട്ടികളുടെ കാര്യത്തില് അമ്മമാർക്കാണല്ലോ അവകാശം കൂടുതല്. പിന്നെ അവളുടെ അമ്മ വിശാലാക്ഷിയോടുകൂടി. അല്ല, അങ്ങനെയാണല്ലോ വേണ്ടത്. വിശാലം ആരായവരൊക്കെ? അതിന് പ്രേമേന്ദ്രന്റെ മുത്തശ്ശനും അളിയനൊക്കെയാ. ഓ, ആ ഫോട്ടോഗ്രാഫർ പ്രേമേന്ദ്രന്റെ. ആ, അറിയാ. എന്താ കാര്യം? പ്രേമേന്ദ്രന്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ വന്നതാ. പറയണം. പ്രേമേന്ദ്രന്റെ പെങ്ങൾ പ്രഭാവതിയുടെ കല്യാണക്കാര്യം നിശ്ചയിച്ചു. ഗുഡ്. രണ്ടുപേരുടെ ഒരുമിച്ച് നടത്തണമെന്നാ ഞങ്ങളുടെ താല്പര്യം. അതെ, ഒരുമിച്ച് നടത്തിയ ഒത്തിരി ലാഭാണി. വെരി ഗുഡ്. അപ്പോ എന്നത്തേക്കാ കല്യാണം? നമ്മളൊന്ന് ഫ്രീ ആണോ ശങ്കു? അല്ല, അത് കാര്യങ്ങളൊക്കെ പറയാനാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് ശരി. അപ്പൊ ഒന്നും തീരുമാനിക്കാതെയാണോ കല്യാണം ക്ഷണിക്കാൻ വന്നത്? ഞങ്ങൾ പറഞ്ഞു വരുന്നത് രേണുകയും പ്രേമേന്ദ്രനുമായിട്ടുള്ള കല്യാണക്കാരിയാണ്. കേട്ടോ ശങ്കു, കല്യാണം ആലോചിക്കാൻ വന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇവിടെ വന്ന് ഇത് ആലോചിക്കാൻ? ഡോക്ടേഴ്സ്, ബിസിനസ്സുകാര്, വക്കീലന്മാര്, ഇങ്ങനെ ഓരോരുത്തർ ആലോചന വന്നിട്ടേ ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് ഈ കല്യാണത്തിനും ചത്തടത്തും ഒക്കെ ക്യാമറയും തൂക്കിയിട്ട് നടക്കുന്നവൻ. പണത്തിന് ഇത്തിരി കുറവുള്ളൂ. അന്തസ്സിന്റെ തറവാടത്തിന്റെയും കാര്യത്തില് നിങ്ങളെക്കാൾ ഒത്തിരി മുന്നിലാ ഞങ്ങള്. തെക്കെടുത്തുകാരെ അന്തസ്സ് പഠിപ്പിക്കാൻ നീ ആരാടി? നാക്കിന്റെ കാര്യത്തില് നിങ്ങളെക്കാൾ നീളം എനിക്കാ, മറക്കണ്ട. നീ മിണ്ടാതിരി. നിങ്ങളുടെ മോളെ കെട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവൂന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണു. ശങ്കു, ഈ ആണുങ്ങൾക്കൊരു നെലിയും വലിയുണ്ട്. അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. വരട്ടെ അമ്മേ, വാ. പൊടിയാത്ത് ചായ കൊടുത്ത് സൽക്കരിക്കാൻ കണ്ട ആൾക്കാര്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതങ്ങ് മറന്നേക്ക്. എന്റെ മോളെ, ഇതുപോലൊരു പൂതന നിന്റെ അമ്മയായിട്ടുള്ളപ്പോ എന്തിനാ പ്രേമേന്ദ്രനെ കയറി പ്രേമിച്ചത്? ഞങ്ങൾ ഇറങ്ങിയടി. കൂടുതൽ ഞെരിപിരി കൊള്ളാതെ അവിടെ അടങ്ങിയിരിക്കുന്നല്ലേ. നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. തിരിച്ചു രണ്ട് വാക്ക് പറഞ്ഞൂടെ? ഓടിയാത്ത്. മോൻ ഇവിടുത്തെ ചെക്കനാ? അതെ. കല്യാണം കഴിച്ചതാണോ? ഇല്ല. എന്നാ മോന്റെ തള്ള ചത്തിട്ട് കല്യാണം കഴിച്ചാ മതി. നിന്റെ കെട്ടിയോൾക്ക് സ്വൈരം കിട്ടണമെങ്കിൽ ഒടുവിൽ നീ നിന്റെ തള്ളേനെ തട്ടേണ്ടി വരും. ഒന്നെങ്കിൽ പണവും പ്രതാപവും വേണം, അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കാൻ ഒരാന ചന്തമെങ്കിലും വേണം. ഇത് ഒന്നും ഇല്ലാത്ത ഒരുത്തിനെ നിനക്ക് എങ്ങനെ കയറി പ്രേമിക്കാൻ തോന്നിയിടി? നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ നിനക്ക്? പ്രേമേന്ദ്രന്റെ കുടുംബം അത്രയ്ക്ക് മോശമൊന്നുമല്ല, നല്ല തറവാട്ടുകാര് തന്നെയാ. തറവാട്ടുകാര് നമ്മുടെ അയലത്തെത്തും അവര്. ശങ്കു, എന്താ ഒന്നും മിണ്ടാത്ത? അമ്മ പറഞ്ഞാലും കാര്യമില്ലാതില്ല. ഈ കുടുംബങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ മനസമാധാനം ഒരിക്കലും കിട്ടില്ല. അച്ഛന്റെ അമ്മയുടെയും കുടുംബങ്ങൾ തമ്മിൽ വലിയ ചേർച്ചയിലായിരുന്നല്ലോ. എന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടോ? നിന്റെ അച്ഛനെ എന്തിന്റെ കുറവിലാടി മനസമാധാനം ഇല്ലാത്ത? അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു, അത്ര തന്നെ. എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാ. അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ തുടർന്ന് ജീവിക്കണമെന്ന് എനിക്കില്ല. എന്താ മോളെ പറയുന്നത്? ഞാൻ തൂങ്ങിച്ചാവൂന്ന്, അത്ര തന്നെ. ഇത്രയും നിസ്സാര കാര്യത്തിന് തൂങ്ങിച്ചാവുമെങ്കിലേ പോയി ചാവടി. എനിക്കിത് നിസ്സാര കാര്യമല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് മാറില്ല. ഞാനും. വിശാലം, അവളെന്തെങ്കിലും കടുങ്കൈ? പിന്നെ അതെ, അവൾക്ക് മൂക്കത്താ ശുണ്ടി. വാശി പിടിച്ച് നേടാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മ എന്തിനാ വെറുതെ എതിർക്കാൻ പോണത്? അവൾക്കത് മതിയെങ്കിൽ നടത്തി കൊടുക്കണമേ. കെട്ടുന്നതും കൊണ്ടു കിടക്കുന്നതും അനുഭവിക്കുന്നതെല്ലാം അവൾ തന്നെയല്ലേ? അനുഭവിക്കട്ടെ. ഇനി വല്ല ആത്മഹത്യാശ്രമം നടത്തിയാൽ മോശപ്പേര് നമുക്കാ. നാട്ടുകാര് വേറെ വല്ലതും പറയും. പിന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പോലും നല്ല വരച്ച വരയിൽ നിർത്താൻ ഈ കുടുംബത്തിലേക്ക് ഒരു മരുമകനെ കിട്ടിയെന്ന്. എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല.
എന്റെ മോള് തൂങ്ങി ചാവണ്ടെന്ന് കരുതിയാ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ എന്റെ മോളെ കെട്ടുന്നവൻ ഏതവനായിരുന്നാലും ശ്രീധരൻ കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. സ്വർണത്തിന് പുറമെ ഒരു മാരുതി കാർ. നിനക്ക് ഡ്രൈവിംഗ് വശമുണ്ടോടാ? അത് പിന്നെ ഇല്ലെങ്കിലും സാറില്ല, വണ്ടി നേരത്തെ കൊടുത്തേക്കാം, ഓടിച്ചു പഠിക്കട്ടെ. ടീച്ചർക്ക് അവാർഡ് കിട്ടിയില്ല അതിശയില്ല. മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. എല്ലാം കൊമ്പത്തല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. ഒരുത്തി കോടീശ്വരനെ വളച്ചെടുത്തു, ഒരുത്തൻ കോടീശ്വരിയെ വളച്ചെടുത്തു. എന്തായാലും ശാരദാ ടീച്ചറിന് കച്ചവടം ലാഭം. അപ്പോ മകൾക്ക് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇതും നടക്കട്ടെ. ശംഖു, ഓ നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ ഡോർ തുറക്ക്. പ്രേമേന്ദ്ര, നീ ഇതിൽ കൊടുക്കറ്. കേറ് മക്കളെ. പിന്നെ ശരി മക്കളെ. പ്രേമേന്ദ്ര, ഞാൻ മോളോട് ഒരു നല്ല വാക്ക് പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ കെട്ടിയതേ ഒരു കോടീശ്വരനാ. നമ്മൾ സ്റ്റാറ്റസ് വിട്ടൊന്നും നീ പെരുമാറണ്ട കേട്ടോ. അമ്മയ്ക്ക് ഈ രേണുക അറിയില്ലേ? ഞാൻ ഒരിടത്തും താഴ്ന്നു കൊടുക്കോ? പ്രേമേന്ദ്രൻ ഒരു പാവാ. എന്റെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാൻ എനിക്കറിയാം. അവനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പോന്നേരാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കേറിക്കോ മോളെ. പ്രേമേന്ദ്രന്റെ വീട്ടുകാരെ പൊന്നുപോലെ നോക്കണം. മിടുക്കി. ചെറുട്ടി ഞാനിപ്പോ വരാ. കൊച്ചമ്മേ, ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും?